സന്ദീപ് വാര്യർ ബി.ജെ.പിയിൽ നിന്ന് സ്നേഹത്തിന്റെ കടയിലേക്ക് ഓടിക്കയറിയ ആളാണ്. സന്ദീപ് വാര്യർ നിരന്തരം ബി.ജെ.പി വിമർശിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ പോസ്റ്റുകൾ കാണുന്നവർക്കാർക്കും അങ്ങനെ ഒരു തോന്നലില്ല. അദ്ദേഹം ബി.ജെ.പിയെ നന്നാക്കാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിൽ നിന്നുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം സ്നേഹത്തിന്റെ കടയിലേക്ക് ഓടിക്കയറിയത് പാണക്കാട് തങ്ങളുടെ വീട്ടിലേക്കാണ്. പാണക്കാട് എത്തി അദ്ദേഹം അവിടെ നിന്ന് അനുഗ്രഹ ആശിസുകളോട് കൂടിയാണ് അദ്ദേഹം കോൺഗ്രസിലേക്ക് എത്തിയത്. ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. ബി.ജെ.പി കസേര കൊടുത്തില്ല, ബി.ജെ.പി തനിക്ക് സ്ഥാനമാനങ്ങൾ തന്നില്ല, തന്നെ വേണ്ടതുപോലെ ബി.ജെ.പി ഗൗനിച്ചില്ല, വേണ്ടതുപോലെ തനിക്ക് തരേണ്ടതൊന്നും ബി.ജെ.പി തന്നില്ല. വേണ്ടതുപോലെയൊക്കെ കൊടുത്തിരുന്നെങ്കിൽ സന്ദീപ് വാര്യരുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് മറ്റൊരു കാര്യം, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ സന്ദീപ് വാര്യർ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ദിവസം രാവിലെ മാധ്യമങ്ങളെ വിളിച്ചു കൂട്ടുന്നു. ഞാനിതാ പോകുന്നു സ്നേഹത്തിന്റെ കടയിലേക്ക്. ബി.ജെ.പി എന്ന് പറയുന്നത് വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയാണ്. അപ്പോൾ മോദി എന്ന് പറയുന്ന വെറുപ്പിന്റെ നേതാവാണ്. എനിക്ക് മടുത്തു, ഞാൻ ഇനി പോവുകയാണ് കോൺഗ്രസിലേക്ക്. അത് സ്നേഹത്തിന്റെ കടയാണ്, അവിടെ ഒരുപാട് പഞ്ചസാര വാങ്ങാൻ കഴിയുമെന്ന് വിചാരിച്ചായിരിക്കും അദ്ദേഹം പോയത്. കാരണം ഇവിടെ പഞ്ചസാരയ്ക്ക് കുറച്ച് വില കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് ആ കടയിലേക്ക് ചെന്ന് പഞ്ചസാര വാങ്ങാം എന്ന വിചാരിച്ചായിരിക്കും അദ്ദേഹം പോയത്. ഒരുപാട് ഓഫറൊക്കെ കിട്ടി എന്ന് പറയുന്നു. അതിന്റെ സത്യാവസ്ഥയും നമുക്കറിയില്ല. ബാംഗ്ലൂരിലോ അതോ എവിടെയൊക്കെ ഹോട്ടലുകളിൽ ഇരുന്ന് കുറെ ഡിമാൻഡൊക്കെ വെച്ചു. ആ ഡിമാൻഡൊക്കെ അംഗീകരിച്ചിട്ടാണ് അദ്ദേഹം പോയതെന്ന് ചില കിംവദന്തികൾ വന്നിരുന്നു. അതിലൊക്കെ എത്രത്തോളം ശരി ഉണ്ടെന്നറിയില്ല. എന്തായാലും സന്ദീപ് വാര്യരെ KPCC ജനറൽ സെക്രട്ടറി ആക്കാം, ഒരു സീറ്റ് നൽകാം, ഏതെങ്കിലും ജയിക്കുന്ന മണ്ഡലത്തിൽ അദ്ദേഹം നിന്നാൽ ജയിക്കുമോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. എന്തായാലും ഒരു സീറ്റ് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് വിളിച്ചാണ് അദ്ദേഹത്തെ ഇവിടേക്ക് കൊണ്ടുപോയത്, കോൺഗ്രസിലേക്ക് വിളിച്ചു കൊണ്ടുപോയത്. കാരണം പാലക്കാട് തിരഞ്ഞെടുപ്പാണ്. സന്ദീപ് വാര്യർ മറുകണ്ഠം ചാടി എന്ന് പറയുമ്പോൾ ബി.ജെ.പിക്ക് അതൊരു ഇടിവാണ്. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിലാണ് നിന്നത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം നിന്നുകൊണ്ട് പ്രചാരണ വേളയിലൊക്കെ ഇദ്ദേഹം തകർത്താടുന്നതൊക്കെ കണ്ടു. പിന്നീട് ഈ ഫേസ്ബുക്കിൽ നിരന്തരം ബി.ജെ.പി നന്നാവാനായി ഇങ്ങനെ ശ്രമങ്ങൾ നടത്തുന്നതല്ലാതെ സന്ദീപ് വാര്യരെ പിന്നെ നമ്മളാരും ഒരിടത്തും കണ്ടിട്ടില്ല. ചില ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന അദ്ദേഹം എന്താ പറയുക, വായ്ത്താളം അടിക്കുമ്പോൾ അദ്ദേഹത്തെ തിരിച്ച് കൃത്യമായി ശങ്കൂട്ടി ദാസൊക്കെ ആണെങ്കിൽ വലിച്ചു കീറി ഒട്ടിച്ചു വെക്കുന്നത് കാണാം. പക്ഷേ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ് ആ സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങും മുമ്പേ അദ്ദേഹം പണ്ട് ബി.ജെ.പിയിൽ ഇരുന്നപ്പോൾ കോൺഗ്രസിനെ കുറിച്ച് പറഞ്ഞതൊക്കെ കുത്തിപ്പൊക്കി ആളുകൾ അങ്ങോട്ട് ഇടാൻ തുടങ്ങി. പിന്നീട് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയായി സന്ദീപ് വാര്യർ. ഇപ്പോൾ ചാനൽ ചർച്ചകളിൽ കാണാറില്ല വീണ്ടും. കാരണം വന്നിരുന്നാൽ അത് കോൺഗ്രസിന് നാണക്കേട് ഉണ്ടാക്കുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണോ എന്നറിയില്ല. കോൺഗ്രസിന്റെ നേതാക്കളടക്കം തൽക്കാലത്തേക്ക് സന്ദീപ് വാര്യർ പോണ്ട എന്ന് വല്ല തീരുമാനവും, ചാനൽ ചർച്ചകളിൽ പോണ്ട എന്ന തീരുമാനം എടുത്തോ എന്ന് പറയില്ല. പിന്നെ കോൺഗ്രസിലെ പലർക്കും സന്ദീപ് വാര്യരോട് വലിയ താല്പര്യമില്ല എന്നാണ് കേൾക്കുന്നത്. അതുകൊണ്ടാണ് ഈ KPCC ജനറൽ സെക്രട്ടറി സ്ഥാനമൊക്കെ തൽക്കാലത്തേക്ക് ഇപ്പൊ കൊടുക്കണ്ട എന്ന നിലപാടിലേക്ക് എത്തിയത് എന്നാണ് കേൾക്കുന്നത്. അതിൽ എത്രത്തോളം ശരിയുണ്ടെന്ന് നമുക്കറിയില്ല. എന്തായാലും സന്ദീപ് വാര്യർ പോയ പോക്കിൽ ക്ലച്ച് പിടിച്ചില്ല എന്ന് തന്നെ പറയേണ്ടി വരും. വാര്യരുടെ ഒരു അവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ്. അദ്ദേഹത്തിന് ബി.ജെ.പി നന്നാവണമെന്ന് കോൺഗ്രസിൽ ഇരുന്നു കൊണ്ട് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന മറ്റൊരാൾ പോലും, എനിക്ക് തോന്നുന്നു സന്ദീപ് വാര്യരെ പോലെ ബി.ജെ.പി ക്ലച്ച് പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു നേതാവ് ബി.ജെ.പിയിൽ പോലും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രത്തോളം അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് ബി.ജെ.പി നന്നാവണം, ബി.ജെ.പി ക്ലച്ച് പിടിക്കണം എന്നൊക്കെ. എന്തായാലും സന്ദീപ് വാര്യരുടെ അവസ്ഥ വളരെ ദയനീയമാണ്. അദ്ദേഹത്തിന് പാർട്ടിയിൽ ഒരു എന്താ പറയുക, പ്രതീക്ഷിച്ചതുപോലെ ഒന്നും നേടിയെടുക്കാൻ കഴിഞ്ഞില്ല കോൺഗ്രസ് പാർട്ടിയിൽ എന്നുള്ളതാണ്. അവിടെയും ഒന്നും കിട്ടാത്തത് കൊണ്ട് വാര്യർ ഇനിയും കണ്ടം ചാടുമോ എന്നുള്ളതാണ്. വീണ്ടും പാർട്ടി മാറുമോ വാര്യറെ എന്നാണ് ചോദിക്കുന്നത്. സന്ദീപ് വാര്യർ അഥവാ ചൊറിച്ചിൽ വാര്യർ എന്നാണ് ഇപ്പോൾ പലരും വിളിക്കുന്നത്. കാരണം അദ്ദേഹം ഫേസ്ബുക്കിൽ നിന്ന് ചൊറിയുന്നത് കണ്ടിട്ട് വലിയ മാന്തലുകൾ കൊടുക്കുന്നവരുമുണ്ട്. സീറ്റ് കിട്ടാത്തതിന്റെ പേരിൽ പെട്ടെന്നൊരു ദിവസം കരഞ്ഞ് വിളിച്ച് തന്നെ വളർത്തി വലുതാക്കിയ പാർട്ടിയിൽ നിന്ന് മറുകണ്ഠം ചാടിയ ബി.ജെ.പി നേതാവ് അഥവാ ഇപ്പോഴത്തെ കോൺഗ്രസ് വക്താവ്. കോൺഗ്രസിന്റെ വക്താവ് എന്നാണ് പറച്ചിലെങ്കിലും കക്ഷിക്ക് ഇപ്പോഴും ബി.ജെ.പിയുടെ കാര്യത്തിലാണ് അവലാതി മുഴുവൻ. ഇത്രയും ദിവസം ബി.ജെ.പി നിലമ്പൂരിൽ ആളെ നിർത്തുന്നില്ല, ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഭീരു ആണ് എന്നൊക്കെ പറഞ്ഞ് കരച്ചിലായിരുന്നു. ഇപ്പോൾ NDA സഖ്യകക്ഷിയായ BDJS ആളെ നിർത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും കരച്ചിൽ. ഒരേ സ്വരത്തിൽ എല്ലാവരും ചോദിച്ചു പോകുന്ന, എന്താണോ വാര്യരെ താൻ നന്നാവാത്തെ? ഇത്രയും നാൾ ബി.ജെ.പിക്ക് മത്സരിക്കാൻ ആളില്ല എന്നായിരുന്നു കരച്ചിൽ. ഇപ്പോൾ സഖ്യകക്ഷിയായ BDJS മത്സരിക്കുമെന്നായപ്പോൾ അതിനെതിരെയായി കരച്ചിൽ.
BJP വിരോധമാണ് ഇപ്പോഴത്തെ ആയുധം. സത്യത്തിൽ വാര്യരുടെ മാനസിക നില എത്രത്തോളം അപകടകരമാവും വിധം അധപ്പതിച്ചുവെന്ന് താങ്കൾ തിരിച്ചറിയുന്നില്ല. അത്രത്തോളം ഉണ്ട് താങ്കളുടെ കുരുപൊട്ടൽ. സന്ദീപ് ഇക്ക ഇതുമായി ബന്ധപ്പെട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരുന്നു. അതിങ്ങനെയായിരുന്നു: നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അനാവശ്യമാണ്. നിലമ്പൂർ മൈനോറിറ്റി ഡോമിനേറ്റഡ് ആണ്. നിലമ്പൂരിൽ NDA വിജയ സാധ്യതയില്ല. അതുകൊണ്ട് തനിക്ക് പകരം രമണൻ ഗോതയിലേക്ക് ഇറങ്ങുമെന്ന് രാജീവ് ചന്ദ്രശേഖർ പാവം BDJS എന്നുമാണ് കുറിപ്പിൽ പറയുന്നത്. എന്തായാലും വാര്യർക്ക് ചെറിയ ചൊറിച്ചിലൊന്നുമല്ല, നല്ല ഒന്നാന്തരം വലിയ ചൊറിച്ചിലുണ്ട്. വട്ടച്ചൊറി വല്ലതും ആണെങ്കിൽ എന്തെങ്കിലും മരുന്ന് വാങ്ങിച്ച് ഉപയോഗിച്ച് വാര്യറെ, ഇല്ലെങ്കിൽ അത് ശരീരം മുഴുവൻ പകരാൻ സാധ്യതയുണ്ട്. കൂടെ നിൽക്കുന്നവർക്കും പകരാൻ സാധ്യതയുണ്ട്. BJPക്ക് വാര്യർ വക ഫ്രീ പ്രൊമോഷൻ. ഒന്നുവിധം 3 നേരം BJPയെ കുറിച്ചുള്ള പോസ്റ്റ് ഇട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് മനസ്സമാധാനമില്ല. കീപ് ഗോയിങ് വാര്യറെ, കീപ് ഗോയിങ്. നിങ്ങൾ ഇത് നിർത്തരുത്. ഇത് നിർത്തിയാൽ BJPയുടെ വളർച്ചയ്ക്ക് ചെറിയൊരു മങ്ങലേൽക്കുന്നുണ്ട്. നിങ്ങൾ ഇത് നിർത്തരുത്. രാഹുൽ മോദി മോദി എന്ന് പറഞ്ഞ ആളുകളുടെ മനസ്സിൽ മോദി കയറിയതുപോലെയാണ് സന്ദീപ് വാര്യർ BJP എന്ന് പറഞ്ഞ് ഈ നിരന്തര പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുക. അതായത് കോൺഗ്രസിൽ നിന്നുകൊണ്ട് ശത്രുപക്ഷത്തെ വിജയിപ്പിക്കുക എന്നുള്ളൊരു ചെറിയൊരു അത്തരത്തിലുള്ള ഒരു പരിപാടി, അത്രേ ഉള്ളൂ. സന്ദീപ് വാര്യർ 2016 നിലമ്പൂരിൽ BDJS ആണ് NDAക്ക് വേണ്ടി മത്സരിച്ച. അന്ന് താങ്കൾ BJPയുടെ ഭാഗമായിരുന്നു. ഇച്ചിരിയെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ വെറുതെ വിവരക്കേട് പറയരുത്. നിലമ്പൂരിലെ ചേട്ടന്മാരോടാണ്. അവിടെ കോൺഗ്രസിന്റെ കൺവെൻഷൻ സ്റ്റേജിൽ ഈ വാര്യരേട്ടൻ ഒരു കസേര കൊടുക്കണം. കസേര എന്ന് പറഞ്ഞാൽ നമ്മുടെ ചങ്കിന് ഭയങ്കര വീക്ക്നെസ് ആണ്. നോട്ട് ദ പോയിന്റ്. കസേര കൊടുത്തില്ലെങ്കിൽ അദ്ദേഹം മറുകണ്ഠം ചാടും, വാർത്താ സമ്മേളനം നടത്തും. ഇതുവരെ കോൺഗ്രസിൽ നടന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം പച്ചയ്ക്ക് വിളിച്ചു പറയും. പിന്നെ അത് വലിയ നാണക്കേടാവും. പിന്നെ തല ഉയർത്തി സതീശന് നിൽക്കാൻ പറ്റില്ല, മുണ്ട് തലയിലിട്ടുകൊണ്ട് ഓടേണ്ടി വരും. അതുകൊണ്ട് പാണക്കാട് തങ്ങൾക്കടക്കം ഇദ്ദേഹം വർത്തമാനം പറയും സാധ്യതയുണ്ട്. സന്ദീപ് വാര്യറാണ്. അതുകൊണ്ട് സൂക്ഷിച്ചു വേണം വാര്യറെ കൈകാര്യം ചെയ്യാൻ. ഇനി അഥവാ കസേര കിട്ടാഞ്ഞാൽ ഇങ്ങേര് പാർട്ടി വിടാനും സാധ്യതയുണ്ട്. വിട്ടുകളയരുത്. വലിയൊരു മുതൽക്കൂട്ടാണ് നിങ്ങൾക്ക്. കാരണം എന്ന് പറഞ്ഞാൽ BJPക്ക് വേണ്ടാതെ ദൂരെ എറിഞ്ഞതാണ്. ഒന്ന് ഇറങ്ങി പോടേന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയിൽ ഇരുന്നപ്പോഴാണ് താനെ ഇറങ്ങിപ്പോയത്. 100 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള കോൺഗ്രസ് പാർട്ടി നിലനിൽപ്പിനായി മുസ്ലിം ലീഗിന്റെയും PV അൻവറിന്റെയും അടുക്കളപ്പുറത്ത് കിടന്ന് യാചിക്കുന്നത് ഈ ദിവസങ്ങളിൽ നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. സന്ദീപിന് നട്ടലുണ്ടെങ്കിൽ അതിൽ നിന്ന് പാർട്ടിയെ രക്ഷിക്കൂ. അല്ലാതെ ആദ്യം ചെയ്യേണ്ടത് ഏതെങ്കിലും BJP സംസ്ഥാന നേതാക്കൾ ഒന്നീ പയ്യനെ മൈൻഡ് ചെയ്യൂ. ഇയാൾ നിങ്ങളുടെ പാർട്ടിയുടെ ഭാഗമായി നിന്നപ്പോഴും നിങ്ങൾ വേണ്ട പരിഗണന കൊടുത്തില്ല. ഇപ്പൊ മറുകണ്ഠം ചാടി അവിടെ പോയി നിന്ന് രാവിലെ തുടങ്ങും BJPയെ മോദിയെ സംസ്ഥാന നേതാക്കളെ ഉപദേശിക്കാൻ. പ്ലീസ് ആരെങ്കിലും, രാജീവ് ചന്ദ്രശേഖർ, നിങ്ങളെങ്കിലും ഇദ്ദേഹത്തെ ഒന്ന് മൈൻഡ് ചെയ്യണം. കാരണം ഡെയിലി BJP എന്ന് പറഞ്ഞ് ഇപ്പോൾ ആളുകളുടെ മനസ്സിൽ ഒരൊറ്റ പാർട്ടിയേ ഉള്ളൂ, BJP. മറ്റാരെയും അവർക്ക് ചിന്തിക്കാം. കാരണം സന്ദീപ് വാര്യരുടെ പോസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ BJP. രാഹുൽ ഗാന്ധി അവിടെ മോദി എന്ന് പറഞ്ഞു. ഇപ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾക്ക് മൊത്തം മോദി മാത്രമേ അറിയാവൂ. അതുപോലെ കേരളത്തിലെ ജനങ്ങൾക്ക് മൊത്തം ഇപ്പം BJPയെ കുറിച്ച് മാത്രമേ പറയാനുള്ളൂ. സന്ദീപ് വാര്യർ വലിയ ആളാണ് കേട്ടോ. BJP ഒരു അവാർഡൊക്കെ നോക്കി വെക്കണം. കാരണം ഇദ്ദേഹം നിങ്ങളെ ഇങ്ങനെ വളർത്തിക്കൊണ്ട് പോകുന്ന ചൊറിച്ചൽ വാര്യറാണേ.